എൻ്റെ നല്ലയമ്മ. കൈകൂപ്പി നിൽക്കുന്നു നിൻ മുന്നിലമ്മേ, കനിവിൻ ഉറവേ കന്യാംബികേ. കൈകൂപ്പി നിൽക്കുന്നു നിൻ മുന്നിലമ്മേ, കനിവിൻ ഉറവേ കന്യാംബികേ. ഉള്ളു കൊതിക്കുന്ന സ്നേഹം തരണേ, ആശ്വാസവാക്കുകൾ ചൊല്ലിടണേ. ഉള്ളു കൊതിക്കുന്ന സ്നേഹം തരണേ, ആശ്വാസവാക്കുകൾ ചൊല്ലിടണേ. കൈകൂപ്പി നിൽക്കുന്നു നിൻ മുന്നിലമ്മേ, കനിവിൻ കുറവേ കന്യാംബികേ. യേശുവിൽ പ്രിയപ്പെട്ടവരെ, എൻ്റെ നല്ല അമ്മ ഷാലോം ടി വിയുടെ ഒരു സുന്ദരമായ പരിപാടിയാണെന്ന് ഞാൻ കരുതുന്നു. അമ്മയെക്കുറിച്ച് സംസാരിക്കാൻ ഇവിടെ വരുന്നവർ വളരെ ധന്യരായ മനുഷ്യരാണ്. അവർക്ക് പരിശുദ്ധ അമ്മയുമായിട്ട് ഒത്തിരി സമ്പർക്കമുള്ളവരാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഇവിടെ സംസാരിക്കുമ്പോൾ എനിക്ക് അത്ര ഒരു സമ്പർക്കമൊന്നും ഉണ്ടോ ഞാൻ ബലമായി സംശയിക്കുന്നു. ഒരുപക്ഷേ അത് നിങ്ങൾക്ക് നല്ലതാണെന്ന് ഞാൻ കരുതുന്നു. കാരണം അമ്മ നല്ല അമ്മയായിട്ടുള്ളത് പ്രത്യേക സംരക്ഷണം അനുഭവിക്കുന്നവർക്ക് മാത്രമല്ല, നമുക്കെല്ലാവർക്കുമാണ്. പൗലോസ്യ പറയുന്നത് ഓർക്കുന്നുണ്ടോ? പാപികളിൽ ഒന്നാമനാണ് ഞാൻ. എന്നോട് ദൈവം കരുണ കാണിച്ചെങ്കിൽ പിന്നെ ആരോടും കാണിക്കാൻ സാധിക്കും എന്ന് പറഞ്ഞതുപോലെ എനിക്ക് മാതാവിൻ്റെ പ്രത്യേക പ്രത്യക്ഷമോ ഒന്നും ഉണ്ടായിട്ടില്ല. വെറും സാധാരണക്കാരനായ ഞാൻ അമ്മയെക്കുറിച്ച് താല്പര്യം പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അതുപോലെ അമ്മയെ അനുഭവിക്കാൻ സാധിക്കുമെന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. അമ്മ നല്ല അമ്മ നല്ല അമ്മയാണെന്ന് എനിക്ക് ആശങ്ക കിട്ടുന്നത് എന്താണെന്നറിയാമോ? കൊന്ത ചൊല്ലിയപ്പോഴാണ്. മാതാവിൻ്റെ മാസം മെയ് മാസത്തിലാണ്. എവിടെയെന്ന് ചോദിച്ചാൽ നല്ല മാതാവേ മാരിയേ. ആ മനോഹരമായ വളരെ ലളിതമായ പാട്ട് എല്ലാവരോടും പാടിയപ്പോൾ അമ്മയെ വിളിച്ചത് നല്ല മാതാവ് എന്നാണ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ ആദ്യമായിട്ട് അമ്മയെക്കുറിച്ച് കേൾക്കുന്ന പാട്ട് നല്ല മാതാവായിട്ടുള്ള പാട്ടാണ്. അതെൻ്റെ ഹൃദയത്തെ സ്പർശിച്ചിട്ടുണ്ട്. ചെറുപ്പമായിരുന്നപ്പോൾ എൻ്റെ വീട്ടിൽ വല്യപ്പനുണ്ടായിരുന്നു. പിന്നെ ചാച്ചനും അമ്മയും ഞങ്ങൾ 8 സഹോദരങ്ങളും. വല്യപ്പൻ്റെ സാമ്രാജ്യമായിരുന്നു അത്. അധീശനായിട്ട് പാടുവൻ, കർക്കശനായിരുന്നു വല്യപ്പൻ. ഭക്തകാര്യങ്ങളിൽ ഒക്കെ യാതൊരു ദാക്ഷിണ്യവും കാണിക്കാതെ ഞങ്ങളെയൊക്കെ നിർബന്ധമായിട്ട് പ്രാർത്ഥിപ്പിച്ചിരുന്ന ഒരു വല്യപ്പനായിരുന്നു. പ്രാർത്ഥന സമയത്ത് മുട്ടിന്മേൽ നിൽക്കണം. 15 മിനിറ്റല്ല, ഏകദേശം 1 മണിക്കൂറോളമാണ് പ്രാർത്ഥന. ഞാൻ ചിലപ്പോൾ പള്ളിയിൽ മുട്ടുകുത്തി നിൽക്കുമ്പോൾ 1 മണിക്കൂർ തുടർച്ചയായിട്ട് മുട്ടുകുത്തി നിൽക്കുന്നത് കണ്ടിട്ട് ഈ 86-ാം വയസ്സ് ഇതെങ്ങനെ സാധിക്കുമെന്ന് അത്ഭുതപ്പെട്ട് എന്നോട് ചോദിച്ചിട്ട് സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ മുട്ടിന് നല്ല തഴമ്പുണ്ട്. എൻ്റെ ശരീരത്തിലെ അനാറ്റമിയിലെ ഏറ്റവും ഉറച്ച ഭാഗം എൻ്റെ മുട്ടാണ്. 1 മണിക്കൂർ വേണ്ടി നിൽക്കാൻ എനിക്ക് പ്രയാസമില്ല. എവിടെ കിട്ടിയത്? വല്യപ്പൻ സമ്മാനിച്ചതാ. മുട്ടയിൽ നിൽക്കണം നിർബന്ധമായിരുന്നു, പ്രത്യേകിച്ച് കൊന്തയുടെ സമയത്ത്. കൊന്ത മനോഹരമായിട്ട് ചൊല്ലണം. പക്ഷേ ചൊല്ലിക്കഴിഞ്ഞ് ഒരു പരിപാടിയുണ്ട്, സ്തുതി ചൊല്ലുക. അത് വളരെ കർശനമാണ്. തുടങ്ങുന്നത് വല്യപ്പൻ്റെ അടുത്താണ്. അപ്പ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ
എന്ന് പറഞ്ഞിട്ട് ചാച്ചൻ്റെ അടുത്ത് പോവും, അമ്മയുടെ അടുത്ത് പോവും, മൂത്തവരുടെയൊക്കെ അടുത്ത് പോകും. ഇളയവർ മൂത്തവർക്ക് ചെല്ലണമെന്ന നിയമം. എൻ്റെ താഴെ 4 പേരുണ്ടായിരുന്നു. അവരൊക്കെ എൻ്റെ അടുത്ത് വന്ന് എനിക്ക് സ്തുതി ചെല്ലണം, എനിക്ക് നിർബന്ധമായിരുന്നു. അതെൻ്റെ അവകാശം പോലെ എനിക്ക് കരുതിയിരുന്നു. വാസ്തവത്തിൽ ആ കൊന്ത ജപമാല ആ സമൂഹത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ ഒരു ചങ്ങലയിൽ ഒന്നിപ്പിച്ച് ബന്ധിച്ചതുപോലെ ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ രഹസ്യം അതാണെന്ന് ഞാൻ കരുതുന്നു. ഞങ്ങളുടെ ഐശ്വര്യത്തിൻ്റെ രഹസ്യം അതാണെന്ന് ഞാൻ കരുതുന്നു. പരിശുദ്ധ അമ്മയുടെ ആ ജപമാല കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ബന്ധിക്കപ്പെട്ടിരുന്നു. അങ്ങനെ എൻ്റെ ബാല്യത്തിൽ അമ്മയോടുള്ള പ്രത്യേക സ്നേഹം. ഞാൻ പിന്നെ സെമിനാരിയിൽ പോയി, മൈനർ സെമിനാരി. അന്ന് ഞങ്ങളുടെ പാലാ പ്രദേശത്തുള്ള മൈനർ സെമിനാരി ചങ്ങനാശ്ശേരിയിലെ പാറയിൽ സെമിനാരി ആയിരുന്നു. ആ പാറയിൽ സെമിനാരിയുടെ പ്രത്യേകത, പാറയിൽ മാതാവിനെക്കുറിച്ച് പലരും കേട്ടിട്ടുണ്ടായിരിക്കണമല്ലോ. അതൊരു വലിയ ഷ്രൈനാണ്. ധാരാളം തീർത്ഥാടകർ വരുന്ന ഒരു ഷ്രൈനാണ് പാറയിൽ മാതാവിൻ്റെ പള്ളി. ഇപ്പോൾ അത് പൊളിച്ചു പണിയാൻ പോകുന്നു. അവിടെ മാതാവിൻ്റെ ഒരു നല്ല രൂപമുണ്ട്. ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന അന്നത്തെ ആധ്യാത്മിക പിതാവായ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി അച്ഛൻ, പിന്നീട് തലശ്ശേരി രൂപതയുടെ മെത്രാനായിട്ട് കുടിയേറ്റ പിതാവായിട്ട് പ്രഘോഷിക്കപ്പെട്ട മാർ സെബാസ്റ്റ്യൻ വള്ളപ്പള്ളി, അദ്ദേഹമാണ് ഞങ്ങളെ പരിശീലിപ്പിച്ചത്. അദ്ദേഹം എന്ത് ചെന്ന് ചോദിച്ചാൽ ഞങ്ങളെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുമായിരുന്നു. പാറയിൽ മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുന്ന അദ്ദേഹത്തിന് ഒത്തിരി താല്പര്യമായിരുന്നു, പ്രോത്സാഹിപ്പിച്ചിരുന്നു. അന്ന് മുതൽ എനിക്ക് അമ്മയോടൊരു പ്രത്യേക വാത്സല്യം. അന്നാണ് ശരിക്കും അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. ഞങ്ങളുടെ രൂപതയിൽ, തൃശ്ശൂർ അതിരൂപതയിൽ ഒരച്ഛനുണ്ട്, സ്റ്റാർസൺ കള്ളിക്കാട്ട്. സ്റ്റാർസൺ വളരെ സമർത്ഥനായൊരു വരിയനാണ്. ഈ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 10 പുസ്തകങ്ങളാണ് അദ്ദേഹം എഴുതിയത്. പിന്നെ ഒത്തിരി കസറ്റൊക്കെ ഇറക്കിയിട്ടുള്ള മനുഷ്യൻ. അദ്ദേഹത്തെ സെമിനാരിൽ ചേർക്കുവാൻ ഇവിടെ ഈ തൃശ്ശൂർ സെമിനാരിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ നടത്തി എന്നെ ഏൽപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അമ്മ എന്ത് ചെയ്തെന്നറിയാമോ? അമ്മ പരിശുദ്ധ അമ്മയുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ പോയി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ വിഷയം ഇതാണ്: അമ്മേ, ഇത്രയും നാൾ എൻ്റെ മോനെ ഞാൻ സംരക്ഷിച്ചു, വളർത്തി. ഇനി ഇതാ അവൻ എൻ്റെ കൂടെയല്ല, നിൻ്റെ കൂടെയാണ്. ഇനി നീ അവന് അമ്മയായിരിക്കണം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ പുതിയ അമ്മയ്ക്ക് ഈ കൊച്ചിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അത് വളരെ സുന്ദരമായൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. എന്നെ അങ്ങനെ ഏൽപ്പിക്കാൻ എൻ്റെ അമ്മ ചങ്ങനാശ്ശേരിയിലൊന്നും വന്നില്ലെങ്കിലും എനിക്ക് തോന്നി, അമ്മ ദൂരെ വിളക്കുമാടത്ത്, ഞാനിവിടെ ഒറ്റയ്ക്ക് പാറൽ സെമിനാരിയിൽ, എനിക്കൊരമ്മ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞു, അമ്മേ, എൻ്റെ അമ്മ അങ്ങ് ദൂരെയാണ്, ഇനി മുതൽ നീയാണ് എൻ്റെ അമ്മ, എന്നെ കാത്തുകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ തന്നെ അമ്മയ്ക്ക് സമർപ്പിച്ചു. അങ്ങനെ അമ്മയുമായിട്ടുള്ളൊരു ബന്ധം, വളരെ മനോഹരമായ ബന്ധം അങ്ങനെ തുടർന്നു കൊണ്ട് പോവുകയായിരുന്നു. ഞാൻ സെമിനാരിലായിരിക്കുമ്പോൾ ഞാൻ പ്രത്യേകം സ്നേഹിച്ച 3 സ്ത്രീകളുണ്ട്. ആ 3 സ്ത്രീകൾ ആരൊക്കെയാണെന്ന് അറിയണമോ? ഒന്ന് പരിശുദ്ധ അമ്മ, ഒന്ന് കൊച്ചു ത്രേസ്യ പുണ്യവതി, ഒന്ന് അൽഫോൻസാമ്മ. ഈ 3 പേരോടും എനിക്ക് സ്നേഹമായിരുന്നു, അവർക്ക് എന്നോടും സ്നേഹമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. സ്നേഹമായിരുന്നിരിക്കണം. എൻ്റെ ഓരോരോ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ, സെമിനാരിയല്ലേ. അപ്പോൾ അങ്ങനെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചാൽ, ഞാൻ ഈ 3 ഒരു അമ്മയുടെയും 2 പെങ്ങന്മാരുടെ അടുത്തേക്ക് പോകും. എൻ്റെ കാര്യങ്ങളൊക്കെ അവരോട് ഞാൻ ആത്മാർത്ഥമായിട്ട് പറയും, ഇതാണ് എൻ്റെ പ്രശ്നം, എന്നെ സഹായിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരിക്കലെങ്കിലും പരിശുദ്ധ അമ്മേനെ കൈവിട്ടതായിട്ട് എൻ്റെ ഓർമ്മയില്ല. ഏതെല്ലാം കൊച്ചു കൊച്ചു ആവശ്യങ്ങളുണ്ട്, ചിലതൊക്കെ അപ്രധാനങ്ങളായ ആവശ്യങ്ങളാണ്, ആവശ്യങ്ങളേ അല്ല, എങ്കിൽ പോലും എനിക്കങ്ങനെ തോന്നിക്കാണും. അങ്ങനെ ഞാൻ ഗൗരവമുള്ളതും അല്ലാത്തതുമായ ഒത്തിരി പ്രശ്നങ്ങളുമായിട്ട് അമ്മയുടെ അടുത്ത് പോയി കഴിയുമ്പോൾ അമ്മ എന്നെ ഒരിക്കലും കൈവിട്ടിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഒരിക്കലും കൈവിട്ടിട്ടില്ല. അങ്ങനെ അമ്മയോട് എനിക്ക് പ്രത്യേക ഭക്തി. ആവശ്യമില്ലാത്തപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുകയാണ്, ഞാൻ വള്ളപ്പള്ളി പിതാവിനെ റോമിലേക്ക് അയച്ചു പഠിക്കാനായിട്ട്. ഞാൻ അവിടെ ചെന്ന് പഠിച്ചു. അവസാനത്തെ വർഷത്തെ പരീക്ഷ, ലൈസൻഷിയേറ്റാണ് തിയോളജിയിൽ അവസാനത്തെ വർഷം, ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ. അതിനാണ് ശരിക്കും ജയിക്കേണ്ടത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വല്ലാത്തൊരു വ്യർത്ഥാഭിമാനത്തിലൊരു ആഗ്രഹം, ഒരു കാര്യമില്ലാത്ത വെറും വ്യർത്ഥാഭിമാനമാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ,
റൂമിൽ വന്ന് പഠിക്കാനുള്ള ചാൻസ് ഉള്ളപ്പോൾ പിതാവ് എനിക്ക് ഒരുക്കി തന്നു. പിതാവിനൊരു സന്തോഷം ഞാൻ കൊടുക്കണ്ടായേ. ഞാൻ നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് ജയിച്ചു എന്ന് പിതാവെന്ന് അറിയണ്ടായേ. പിന്നെ എൻ്റെ മനസ്സിൽ എനിക്കും ഒരു വ്യർത്ഥാഭിമാനം. അവിടെ ഞാൻ പ്രാർത്ഥിച്ചു, അവസാനത്തെ പരീക്ഷ കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ടെല്ലാം അച്ചടിച്ച് പുറത്തു വരും. അതിലെഴുതും ലൈസൻസ് ഷീറ്റിൽ 1ാം സമ്മാനം 1ാം റാങ്ക് ഇന്നയാൾക്ക് ലഭിച്ചു, 2ാം റാങ്ക് ഇന്നയാൾക്ക് ലഭിച്ചു. പിന്നെ എഴുതും അതിന് തൊട്ടടുത്ത് 3-4 പേര് അവർ ഏകദേശം അടുത്ത മാർക്കോടുകൂടി അവർ എത്തിയിരിക്കുന്നു. ഇങ്ങനെയാണ് അടിച്ചിറക്കുന്നത്. ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, എനിക്ക് 1ാം റാങ്ക് വേണ്ട, 2ാം റാങ്ക് വേണ്ട. പക്ഷേ അടുത്തെത്തിയിരിക്കുന്നവരുടെ പേരുകളിൽ ഒരാൾ എൻ്റെ പേരായിരിക്കാമോ പരിശുദ്ധ അമ്മേ? എന്ത് പ്രാർത്ഥന! ഒരു വ്യർത്ഥാഭിമാനത്തിൻ്റെ പ്രാർത്ഥനയല്ലേ ഇതൊക്കെ? എന്നിട്ട് ഞാൻ പഠിച്ചു. റിസൾട്ട് വന്നപ്പോൾ 1ാം സമ്മാനം 1ാമത്തെ റാങ്ക് ഒരു എൻ്റെ സുഹൃത്ത്, ഒരു ജാപ്പനീസ് വൈദികന്. 2ാം സമ്മാനം എനിക്ക്. അദ്ദേഹത്തിന് 120-ൽ 116 മാർക്ക് കിട്ടി. എനിക്ക് 120-113 മാർക്ക് കിട്ടി. അങ്ങനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തത്, ഞാൻ ചോദിച്ചതിലും അധികം തന്ന പരിശുദ്ധ അമ്മയെ എന്നെ അനുഗ്രഹിച്ചു. ഞാനത് വെള്ളപ്പള്ളി പിതാവിനെ അറിയിച്ചു. പിതാവ് ഒരു മറുപടി പോലും തന്നില്ല. അത് അനാവശ്യമായ ഒരു കാര്യമാണ് പിതാവിന് തോന്നിക്കാണണം. ഒരുപക്ഷേ എൻ്റെ ഈ വ്യർത്ഥാഭിമാനത്തെ ഇനിയും പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന് കരുതി എന്നെ അഭിനന്ദിക്കുകയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് സന്തോഷമായി. ഞാൻ ചോദിച്ച കാര്യം അമ്മ അനുവദിച്ചു തന്നല്ലോ. അങ്ങനെ പരിശുദ്ധ അമ്മയുടെ ആ ഇടപെടലുകൾ എനിക്ക് വളരെ കൃത്യമായിട്ട് അനുഭവിക്കാൻ സാധിക്കുമായിരുന്നു. പരിശുദ്ധ അമ്മയെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷേ എന്തോ അമ്മേൻ്റെ ജീവിതത്തിൽ ശരിക്കിടപെടുന്നത് പോലെ, ചോദിക്കുന്നതിൽ ശരിക്കും കേൾക്കുന്നത് പോലെ, കേട്ടാൽ അതിന് മറുപടി പറയുന്നത് പോലെ അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു. അങ്ങനെ ശരിക്കും ഒരു നല്ല അനുഭവത്തിലൂടെയാണ് ഞാൻ സെമിനാർ ജീവിതത്തിലൂടെ കടന്നു പോയിട്ടുള്ളത്. എല്ലാം ഞാൻ വളരെ സന്തോഷത്തിൽ ഓർക്കുന്നു. എൻ്റെ അമ്മ നല്ല അമ്മയായിരുന്നു. സ്നേഹമുള്ളവർ, ഇടയച്ചെറുക്കനെ പിടിച്ച് രാജാവാക്കി തീർത്ത കഥ നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ. ദാവീദ് വെറും ഇടയച്ചെറുക്കനായിരുന്നു എന്ന് പറഞ്ഞതുപോലെയാണ് എന്നെ പിടിച്ച് മെത്രാനാക്കിയത്. പൗരോഹിത്യത്തിന് ശേഷം വെറും 6 വർഷം മാത്രമേ ഞാൻ അജപാലനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൂ. അതും ശരിക്കുള്ള അജപാലനമല്ലായിരുന്നു. ഞാൻ ഓഫീസുകളൊക്കെ ഇരുന്ന് ജോലി ചെയ്തു. 2 കൊല്ലം സെമിനാരിൽ പഠിപ്പിച്ചു. ഇത്ര മാത്രമേ എനിക്ക് അനുഭവജ്ഞാനമുള്ളൂ. പക്ഷേ പരിശുദ്ധ അമ്മയുടെ റെക്കമെൻഡേഷൻ ആയിരിക്കണം എന്നെ മെത്രാനാക്കിയത് ഞാൻ വിചാരിക്കുന്നു. അന്നു മുതൽ പരിശുദ്ധ അമ്മയും ഞാനും ഒന്നിച്ചാണ് എല്ലാം നടത്തിക്കൊണ്ടു പോരുന്നത്. ഒരു അജപാലകൻ ചെയ്യേണ്ടത് പഠിപ്പിക്കണം, വിശുദ്ധീകരിക്കണം, അജപാലനം നടത്തണം. പഠിപ്പിക്കുക, ഞാനത് ഇടലേഖനങ്ങൾ വഴിയായിട്ടും പ്രസംഗങ്ങൾ വഴിയായിട്ടുമൊക്കെ ഏറെക്കുറെ നിർവഹിച്ചുകൊണ്ട് പോകുന്നു. പക്ഷെ ഞാനൊരു കാര്യം എപ്പോഴും ചെയ്യുമായിരുന്നു. ഞാനൊരു ഇടലേഖനം എഴുതുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ അവസാനം പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള ഒരു പ്രതിപാദനത്തോടുകൂടി മാത്രമേ അവസാനിപ്പിക്കുകയുള്ളൂ. അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ എഴുതാറുള്ളൂ. അങ്ങനെ എൻ്റെ ഇടലേഖനങ്ങൾ അങ്ങനെ പോകുന്നു. ഞാനൊരു പ്രസംഗം പറയുമ്പോൾ അന്നും ഇന്നും പറയുന്നതിന് മുമ്പായിട്ട് സ്വല്പസമയം ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ടേ പോകാറുള്ളൂ. എനിക്കുവേണ്ടി പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എനിക്കുണ്ടാകണം, കേൾക്കുന്നവരുടെ ഹൃദയം സ്പർശിക്കപ്പെടണം. ഈ ചുമതലകളെല്ലാം ഞാൻ പരിശുദ്ധയെ ഏൽപ്പിച്ചിട്ടാണ് പ്രസംഗത്തിന് പോവുക. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഞാൻ ഒരിക്കലും ഒരുങ്ങിയ ഒരു പോയിൻ്റ് അടച്ച് ഒരുങ്ങാത്ത ചില പോയിൻ്റുകൾ പ്രസംഗത്തിൻ്റെ സമയത്ത് തൽക്ഷണം അവിടെ എൻ്റെ മനസ്സിൽ വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ അയച്ചു തന്നതിൻ്റെ ഫലമാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യമാണ്. അങ്ങനെ പഠിപ്പിക്കുന്നൊരു കാര്യത്തിൽ അമ്മയും ഒത്താണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധീകരിക്കുക, വിശുദ്ധ കുർബാനയും കൂദാശകളും വഴി. ഞാനൊരു കുർബാന അർപ്പിക്കുമ്പോഴും പരിശുദ്ധ അമ്മയോടൊന്ന് അമ്മയും കൂട്ടിക്കൊണ്ട് ഞാൻ അൾത്താരയിലേക്ക് പോകാറുള്ളൂ. അമ്മയോട് പറഞ്ഞ് നമുക്ക് പോകാം, കുർബാന അർപ്പിക്കാം, സഹരക്ഷയായി തീർന്ന് പണ്ട് കുരിശിൻ ചൂട്ടിൽ നിന്നതുപോലെ ഇപ്പോൾ ഈ കാൽവരിയുടെ ചൂട്ടിൽ അമ്മ നിൽക്കണം എന്ന് പറഞ്ഞിട്ട് അമ്മയെ നിർത്തിയിട്ട് അമ്മയുടെ അടുത്ത് നിന്നാണ് ഞാൻ കുർബാന ചൊല്ലുക. അജപാലനത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ ഞള്ളക്കാട്ട് പിതാവിനെ ഓർത്തു പോവുകയാണ്. പിതാവ് പട്ടം കിട്ടിയിട്ട്
അസ്തന്തിയായിട്ട് ഇടവുകൾ പ്രവർത്തിച്ചു. പിന്നെ വികാരിയായി, പല ഇടവുകൾ വികാരിയായി. പിന്നെ അദ്ദേഹം മിഷൻ ലീഗിൻ്റെ ഡയറക്ടറായി, കാറ്റഗിസ്റ്റ് ഡയറക്ടറായി, പാസ്റ്റർ സെൻ്റർ ഡയറക്ടറായി. പിന്നീട് അദ്ദേഹം പ്രൊക്യുറേറ്ററായി, ജനറാളച്ചനായി, അവസാനം രൂപതയിൽ തന്നെ അഡ്മിനിസ്ട്രേറ്ററായി. എന്തൊരു അനുഭവ സമ്പത്തോടു കൂടിയാണ് ആ മനുഷ്യൻ ഇപ്പോൾ ആർച്ച് ബിഷപ്പായിരിക്കുന്നത്. അസൂയാർഹമായിട്ടുള്ളൊരു അനുഭവമാണ് അദ്ദേഹം ഉണ്ടായിട്ടുള്ളത്, കൈമുതലായിട്ടുള്ളത്. എനിക്കിങ്ങനെ ഒന്നുമില്ല. ഞാൻ ആകപ്പാടെ 6 വർഷം അതും ഓഫീസിലൊക്കെ ഇരുന്ന് ജോലി ചെയ്തതല്ലാതെ ഒരു ഇടവകയിലും വികാരിയായിട്ടില്ല. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ സാധിക്കും വചനപാലനം? ഞാൻ സർവ്വശക്തിയോടുകൂടി അമ്മയോട് പ്രാർത്ഥിച്ചു. എനിക്കിതിനുള്ള കഴിവില്ല, അറിവില്ല. അമ്മ എനിക്ക് വേണ്ടി സഹായമെല്ലാം ചെയ്തു തന്നു. വള്ളപ്പള്ളി പിതാവിന് ഇൻസ്പിറേഷൻ കൊടുത്തു. ആ പിതാവ് മൂലക്കുന്നിലെ അച്ഛനെ വികാരി ജനറലായിട്ട് അയച്ചു തന്നു. നല്ല പരിചയമുള്ള അച്ഛൻ, സമർത്ഥനായ പ്രഗത്ഭനായ വൈദികൻ. അദ്ദേഹം എല്ലാ കാര്യങ്ങളും വളരെ മനോഹരമായിട്ട് ചെയ്യുമായിരുന്നു. എനിക്കതുകൊണ്ട് യാതൊരു പ്രയാസവും അനുഭവപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധിച്ചു. പൈസയുടെ കണക്ക്, പൈസ സമ്പാദിക്കാൻ എനിക്ക് താല്പര്യമില്ല, സൂക്ഷിക്കാൻ കൈകാര്യം ചെയ്യാൻ താല്പര്യമില്ല. എനിക്കതിൻ്റെ ഞാൻ ഒരു 0 ആണ് ഈ കാര്യത്തിൽ. പ്രാർത്ഥിച്ചു. ഏറ്റവും നല്ല വൈദികനെ മോൺസിനർ ജോസഫ് കണിയാവറ്റത്തിനെ കിട്ടി. അദ്ദേഹം ഞാനുണ്ടായിരുന്ന കാലം 22 കൊല്ലത്തിലധികം പ്രൊക്യൂട്ടറായിട്ട് ജോലി ചെയ്തു. പിന്നെ രൂപതയിൽ സിസ്റ്റേഴ്സ് തീരെ കുറവായിരുന്നു. ആരും വരികയില്ല രൂപതയിലേക്ക്. എന്താ ചെയ്യുക? പലരെയും സമീപിച്ചിട്ട് ആരും വരുന്നത്. പിന്നെ അവസാനം പല അച്ഛന്മാരുടെയും ഒക്കെ ഉപദേശമനുസരിച്ചും എൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും ഒരു പുതിയ കോൺഗ്രിഗേഷൻ സഭാ സമൂഹം തുടങ്ങാൻ തീരുമാനിച്ചു. അമ്മയോട് ചോദിച്ചിട്ടാണ് എല്ലാം ചെയ്തത്. അങ്ങനെ 1977 ക്രിസ്തുദാസ് സമൂഹം സ്ഥാപിച്ചു. അങ്ങനെ ഈ ക്രിസ്തുദാസ് സമൂഹം സ്ഥാപിച്ചപ്പോൾ ഒരു പ്രശ്നം, ആരെയാണ് ഇതിൻ്റെ പേറ്റേൺസായിട്ട് എടുക്കേണ്ടത്? മറ്റ് യാതൊരു ചിന്തയും പോയി പരിശുദ്ധ അമ്മയെ തന്നെ നമുക്ക് വേണം എന്നുള്ള നിർബന്ധമായി ഞങ്ങൾക്ക് എല്ലാവർക്കും, എനിക്ക് പ്രത്യേകമായിട്ടും. അപ്പോൾ പിന്നെ പരിശുദ്ധ അമ്മയെ ഈ സഭയുടെ മധ്യസ്ഥയും പേറ്റൻസുമായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്തു. ഏതമ്മയാണെന്ന് ചോദിച്ചാൽ മംഗലവാർത്ത തിരുനാളിൻ്റെ അമ്മ. തൃശ്ശൂർ അതിരൂപത കേരളത്തിലെ എറണാകുളത്തോടൊപ്പം നിൽക്കുന്ന വലിയ അതിരൂപത, ഏറ്റവും കൂടുതൽ ആളുകളുള്ള രൂപത, വളരെ സംസ്കാര സമ്പന്നരായ മനുഷ്യരുടെ രൂപത, സാമ്പത്തികമായിട്ടുള്ള വളരെ ഉയർന്ന രൂപത, വളരെ വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഏറ്റവും ഉച്ചയിൽ നിൽക്കുന്ന രൂപത. ഇങ്ങോട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് പരിഭ്രമമായി, പ്രത്യേകിച്ച് പുറത്തു നിന്നുള്ള ഒരാൾ തൃശ്ശൂർ ചെന്നിട്ട് എങ്ങനെ വിജയിക്കാൻ സാധിക്കുന്ന പലരും പ്രവചിക്കുകയും ചെയ്ത സ്ഥിതിക്ക് എന്താണ് ചെയ്യേണ്ടത്? പക്ഷേ ഞാൻ അവസാനം പരിശുദ്ധ അമ്മയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. തിരുസഭ പാപ്പ പറഞ്ഞനുസരിച്ച് തൃശ്ശൂരേക്ക് വന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. മനുഷ്യർ വളരെ സ്നേഹത്തോടെ തന്നെ സ്വീകരിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഒരു ചെറിയ മൈനോറിറ്റി ഒരുപക്ഷെ എതിർപ്പുണ്ടായിരുന്നിരിക്കാം. പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകൾ വളരെ സ്നേഹത്തോടെ ഹൃദയപൂർവ്വം എന്നെ സ്വീകരിച്ചു. അങ്ങനെ എനിക്ക് ഒരു വിധത്തിൽ സന്തോഷമായി. എന്നെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വലിയ അതിരൂപതയുടെ പേട്രണസ്, സംരക്ഷക, മധ്യസ്ഥ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അത് പരിശുദ്ധ അമ്മ തന്നെയാണ്. ഞാൻ മാനന്തവാടിയിൽ വെച്ച് ആരെയാണ് സംരക്ഷക മധ്യസ്ഥയായി വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പരിശുദ്ധ അമ്മയെ വേണം, അതും അമലോത്ഭവ മാതാവിനെയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആ രൂപതയുടെ മധ്യസ്ഥയായിട്ട് അമ്മയെ തിരഞ്ഞെടുത്തതായിരുന്നു. ഇപ്പോഴിത് ഇവിടെ തൃശ്ശൂർ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് തമ്പുരാൻ തന്നെ നേരിട്ട്, ഞാനൊന്നും ഇടപെടാതെ, ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മധ്യസ്ഥ എനിക്ക് തന്നു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രത്യേക വാത്സല്യമാണ് ഞാൻ മനസ്സിലാക്കുന്നു. സ്നേഹമുള്ളവരെ, പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ തൃശ്ശൂർ ഒരു അത്ഭുതം നടന്നതിൻ്റെ സാക്ഷ്യമാണ് എനിക്ക് പറയാനുള്ളത്. സംഭവം ഇതാണ്. എൻ്റെ പഠനത്തിൻ്റെ ഫലമായിട്ട് തൃശ്ശൂർ അതിരൂപതയുടേതായ ഒരു മേജർ സെമിനാർ തുടങ്ങണമെന്ന് എനിക്ക് തോന്നി. ഈ അഭിപ്രായം ഞാൻ കുണ്ടുകുളം പിതാവിനോട് പറഞ്ഞു.
പിതാവിന് വളരെ സന്തോഷമായി. ബോസ്കോ പിതാവിനോടും തട്ടിൽ പിതാവിനോടും, അന്ന് പിതാക്കന്മാരല്ല, അവരോടൊക്കെ പറഞ്ഞു. അവർക്കെല്ലാം സന്തോഷമായി. എങ്കിലും ഒരു ചെറിയ ന്യൂനപക്ഷം ഈ പ്രസ്ഥാനത്തിന് എതിർപ്പുമായി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് നടപ്പിലാകണമെങ്കിൽ പാസ്റ്റർ കൗൺസിൽ ഇത് അംഗീകരിക്കണം. ഞാൻ ഈ പ്രശ്നം പാസ്റ്റർ കൗൺസിൽ മുന്നിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചപ്പോൾ അറിയിച്ചു. അപ്പോൾ രൂപതയിലെ വളരെ പ്രഗത്ഭനും വാഗ്മിയുമായ ഒരു അച്ഛൻ, ഒത്തിരി സ്വാധീനം ചെലുത്താൻ കഴിവുള്ള ഒരു അച്ഛൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പിതാവേ, പാസ്റ്റർ കൗൺസിൽ ഞാൻ വരുന്നുണ്ട്. ഞാൻ വരുന്നത് ഈ പിതാവിൻ്റെ ഈ പ്രസ്ഥാനത്തെ എതിർക്കാനാണ്. അപ്പോൾ എനിക്ക് ഭയമായി. ഈ അച്ഛൻ വളരെ വളരെ കഴിവുള്ള അച്ഛനാണ്. ഞാൻ ഈ പാസ്റ്റർ കൗൺസിൽ വെച്ചിത് അവതരിപ്പിക്കുമ്പോൾ അച്ഛനെ എതിർക്കും. ഒരുപക്ഷെ അച്ഛൻ്റെ കൂടെ കുറേ ധാരാളം ആളുകൾ ചേർന്നേക്കും. അതുകൊണ്ട് ഇതെല്ലാം തകർന്നു പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ ഭയപ്പെട്ട് ഞാൻ പരിശുദ്ധ അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു. എന്നിട്ട് പാസ്റ്റർ കൗൺസിലിന് പോയി. സെമിനാരി എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണെന്നും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്താണെന്നും എല്ലാം വിവരിച്ചുകൊണ്ട് ഞാൻ പ്രാരംഭ പ്രസംഗം നടത്തി. അതിനുശേഷം ചർച്ചകൾക്കായി എല്ലാവരും ക്ഷണിച്ചു. ദൈവമേ, ചർച്ചയ്ക്കായിട്ട് മുന്നോട്ട് വരുന്ന ആരാണെന്നറിയാമോ? എതിർക്കുമെന്ന് പറഞ്ഞ പ്രഗത്ഭന വൈദികനാണ് മുന്നോട്ട് വരുന്നത്. മേലുകീഴ് നോക്കാതെ സംസാരിക്കുന്നൊരു വൈദികനാണ് അദ്ദേഹം. ആത്മാർത്ഥമുള്ള ആളാണ് താനും. അപ്പോൾ ഞാനിങ്ങനെ ഭയപ്പെട്ടിരിക്കുമ്പോൾ ഈ അച്ഛൻ വന്ന് പറയുകയാണ്, പിതാവിൻ്റെ ഇൻട്രൊഡക്ഷൻ ഞാൻ കേട്ടു, ശ്രദ്ധിച്ച് കേട്ടു. നമുക്ക് സെമിനാരി ഒരു ആവശ്യമാണെന്ന് എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഞാൻ ഈ പ്രസ്ഥാനത്തെ പരിപൂർണമായിട്ട് അനുകൂലിക്കുന്നു. മാത്രമല്ല, ഇതാ ഈ നിമിഷം സെമിനാരിക്ക് വേണ്ടി 1,00,000 രൂപ ഞാൻ ദാനമായിട്ട് തരുന്നു. മനസ്സ് മാറ്റുക എന്നുള്ളത് എത്രയോ പ്രയാസമുള്ളൊരു കാര്യമാണ്. രോഗശാന്തി ശാരീരികമായിട്ട് ഒരുപക്ഷെ അതും അത്ഭുതമാണെങ്കിൽ പോലും അതിനേക്കാൾ എത്രയോ പ്രയാസമുണ്ട് ഒരു മനുഷ്യൻ്റെ മനസ്സ് മാറ്റുക എന്നുള്ളത്. പരിശുദ്ധ അമ്മ ഈ ഒരു വൈദികൻ്റെ മനസ്സ് മാറ്റുകയാണ് ചെയ്യുന്നത്. അതോടെ എല്ലാം വളരെ ശുഭകരമായിട്ട് മുന്നോട്ട് പോയി. എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെയധികം മാതാവുമായിട്ട് ഇടപെട്ടൊരു 1-2 സംഭവങ്ങളൊക്കെയാണ്. 1990 ഞാൻ ലണ്ടനിൽ ഒരു സൈക്കോളജി കോഴ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ നിന്നുള്ളൊരു 20ഓളം ബിഷപ്സ് ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ച് സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു രാത്രി എനിക്കൊരു നെഞ്ചുവേദന. ഞാനത് കാര്യമായിട്ട് കരുതിയില്ല. വല്ല മസിലിൻ്റെ പ്രശ്നമായിരിക്കും വിചാരിച്ചു. ഗ്യാസ് ട്രബിളായിരിക്കുമോ. ഇത് മൂത്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത മുറിയിൽ കിടക്കുന്ന താക്കൂർ മുസാഫർ രൂപതയിലെ ബിഷപ്പ് എൻ്റെ അടുത്ത് വന്നു. കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം തിരുമ്മി തന്നു. സാരമില്ലെന്ന് പറഞ്ഞു. സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങിക്കൂ എന്ന് പറഞ്ഞു. എങ്കിലും ഈ വേദന വർദ്ധിച്ചു കൊണ്ടുവന്നു. ഈ വേദന കഴുത്തിലേക്കെല്ലാം വ്യാപിക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും പിതാവിനെ വിളിച്ചു. പിതാവ് ഉടനെ ഹൗസ് ഡോക്ടറെ വിളിച്ചു. ഹൗസ് ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇനി അനങ്ങിപ്പോകരുത്, ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വയ്ക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ എടുത്ത് കട്ടിൽ കിടത്തിയിട്ട് പിന്നെ എന്നെ എടുത്തുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ആശുപത്രിയിൽ ഹാർട്ടിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളൊരു ആശുപത്രിയായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ഒറ്റ സീറ്റ് വേക്കൻ്റുണ്ടായിരുന്നു. എനിക്ക് വേണ്ടി തയ്യാറാക്കപ്പെട്ടിരുന്നത് പോലെ എന്നെ അവിടെ കൊണ്ട് കിടത്തി. എനിക്കൊരു ഇഞ്ചക്ഷൻ തന്നു. ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ, എൻ്റെ കാര്യം എങ്ങനെയാണ്? അവിടെയൊക്കെ സത്യം പറയേണ്ട കടമയുള്ളതുകൊണ്ട് ആ ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, 8 മണിക്കൂറിനകം ബിഷപ്പിൻ്റെ കാര്യം തീരുമാനിക്കപ്പെടുമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 8 മണിക്കൂറിനകം മരിച്ചു പോകാനില്ല, സാധ്യതയുണ്ടെന്നുള്ള കാര്യം അദ്ദേഹം നേരെ തെളിച്ചങ്ങോട്ട് പറഞ്ഞു. ഞാൻ ഉടനെ പറഞ്ഞു, എനിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഒരു വൈദികനെയാണ്. എനിക്ക് അന്തികുദാശ സ്വീകരിക്കണം, കുമ്പസാരിക്കണം, കുർബാന കൈക്കൊള്ളണം, അങ്ങനെ ഒരുങ്ങിപ്പോകണമെന്ന് പറഞ്ഞപ്പോൾ ഉടനെ എനിക്ക് ആ സൗകര്യങ്ങളെല്ലാം ചെയ്തു തന്നു. 8 മണിക്കൂർ ഞാനങ്ങ് നോക്കിയിരിക്കുകയാണ്, ഏത് മണിക്കൂറിലാണ് മരിക്കാൻ പോകുന്നോർത്ത്. പക്ഷേ ആ 8 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒന്ന് പറഞ്ഞു, തൽക്കാലം ഇത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, പക്ഷേ 24 മണിക്കൂറും ക്രിട്ടിക്കലാണ്, സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി. ആ 24 മണിക്കൂറും 48 എല്ലാം കടന്നു. ഞാൻ സുഖമുള്ളവനായി തീർന്നു. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ആ 8 മണിക്കൂർ എന്ന് പറയുന്നത് ഏത് ദിവസത്തിന് 8 മണിക്കൂറായിരുന്നറിയാമോ? ജൂലൈ 16-ാം തീയതിയുടെ 8 മണിക്കൂറായിരുന്നു. ഈ ജൂലൈ 16-ാം തീയതി പ്രത്യേകം നിങ്ങൾക്കറിയാം, കർമ്മല മാതാവിൻ്റെ തിരുനാളാണത്.
പക്ഷേ എനിക്കതിനേക്കാൾ കൂടുതൽ ബന്ധമുണ്ട്. ആ ദിവസമാണ് 51 കൊല്ലം മുമ്പ് ഞാൻ ഒരു വൈദിക വസ്ത്രം സ്വീകരിച്ചത്. അങ്ങനെ ദൈവത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ആ ദിവസത്തിൻ്റെ വലിയൊരു ആനിവേഴ്സറിയുടെ ദിവസം എന്തോ എന്നെ ഉരുക്കി വാർക്കുന്നത് പോലെ, തച്ചുടച്ചിട്ട് വീണ്ടും വാർക്കുന്നത് പോലെ, ഒരു പുതിയ ജീവിതത്തിലേക്ക് എന്നെ പ്രവേശിപ്പിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രവർത്തനമാണ് ഞാൻ മനസ്സിലാക്കി. കൃത്യം ജൂലൈ 16 എൻ്റെ വെസ്റ്റിഷൻ്റെ ദിവസം. അതിനുശേഷം ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഹാർട്ടിന് പിന്നെയും പ്രശ്നമുണ്ടായി. പരിശോധിച്ച് നോക്കിയിട്ട് സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു എൻ്റെ 2 ധമനികളിൽ 99% അടഞ്ഞിരിക്കുന്ന ഒന്ന്, 98% അടഞ്ഞിരിക്കുന്ന ഒരു ധമനി, പിന്നെ വേറെ 2 80%-ലധികം. അങ്ങനെ എൻ്റെ സ്ഥിതി വളരെ പരുങ്ങലിലാണെന്ന് പറഞ്ഞു. ഈ റിസൾട്ട് കിട്ടിയ ഉടനെ അമേരിക്കയിൽ നിന്ന് എൻ്റെ കുടുംബക്കാർ പറഞ്ഞു ഉടനെ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം, അവിടെ സജ്ജീകരണങ്ങളെല്ലാം ചെയ്തേക്കാം എന്ന് പറഞ്ഞു. ഡോക്ടർ ആലപ്പാട്ടച്ഛൻ്റെ സംരക്ഷണയിൽ ഞാൻ ഉടനെ അമേരിക്കയിൽ പോയി. അവിടെ ചെന്ന് പ്രാഥമിക ശുശ്രൂഷകളെല്ലാം ചെയ്തു. അവർ പറഞ്ഞു ഉടനെ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഞാൻ ഒരുങ്ങി. അവിടെ ചെന്ന് കിടക്കുമ്പോൾ ഡോക്ടർ അച്ഛൻ പറഞ്ഞു, ഫ്രാൻസിസ് അച്ഛൻ പറഞ്ഞു, കാര്യം നമുക്ക് ദിവസത്തിലെ ആദ്യത്തെ ഓപ്പറേഷൻ ആണെങ്കിൽ ഡോക്ടേഴ്സ് വളരെ ഫ്രഷായിട്ട് വരുന്ന സമയമായിരുന്നു, അത് കിട്ടിയെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞങ്ങൾക്ക് ആദ്യത്തേതല്ല, 2ാമത്തെ ഓപ്പറേഷനായിരുന്നു എൻ്റേത്. അപ്പോൾ അതിന് ഈ 2ാമത്തെ ഓപ്പറേഷനായിട്ട് ഞാൻ അവിടെ ചെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഡോക്ടേഴ്സ് ഒന്നിനോട് പറഞ്ഞു, ആദ്യത്തെ മനുഷ്യൻ ഇപ്പോൾ കയറുന്നില്ല, അയാൾക്ക് ഭയമായതുകൊണ്ട് അയാൾ തിരിച്ചു പോവുകയാണ്. അയാൾ ബൈപ്പാസ് ചെയ്യേണ്ട മനുഷ്യനാണ്, പക്ഷേ ഭയപ്പെട്ടിട്ട് മനുഷ്യൻ തിരിച്ചു പോവുകയാണ്. അതുകൊണ്ട് ബിഷപ്പിനെ ആദ്യത്തെ ആളായിട്ട് സ്വീകരിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ഉടനെ ആ ഡോക്ടർ ആദ്യത്തെ ഓപ്പറേഷനുള്ള ആളായിട്ട് എന്നെ കൊണ്ടുപോയി ഓപ്പറേറ്റ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾ ഓർത്ത പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഏത് ദിവസമാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്? 2001 ഫെബ്രുവരി 11 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായോ ഏത് ദിവസമാണെന്ന്? ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിവസം, അത്ഭുതങ്ങൾ സംഭവിക്കുന്ന ദിവസം, കൃത്യം മാതാവിൻ്റെ ദിവസം ഞാൻ ഓപ്പറേറ്റ് ചെയ്യപ്പെട്ട് പരിപൂർണ്ണ സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. 10 കൊല്ലം മുമ്പ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായത് അമ്മയുടെ ദിവസം. ഇപ്പോൾ ബൈപ്പാസ് നടത്തിയത് അമ്മയുടെ ദിവസം. അപ്പോൾ അമ്മ എൻ്റെ ജീവിതത്തിൽ എന്തോ ഭയങ്കരമായിട്ട് ഇടപെടുന്ന പോലെ എനിക്ക് തോന്നി. 2 പ്രാവശ്യം എന്നെ തകർത്തിട്ട് ഞാൻ അമ്മയുടേതാണെന്ന് എന്തോ പ്രഖ്യാപിക്കുന്ന പോലെ എനിക്ക് തോന്നി. ജോൺ പോൾ രണ്ടാമൻ പറഞ്ഞു അമ്മയോട്, തോത്തുസ് തൂസ് എന്ന് പറഞ്ഞാൽ ഞാൻ മുഴുവനും നിൻ്റേതാണ്. അതുപോലെ എന്നോട് പറയാൻ ആവശ്യപ്പെടുന്നതുപോലെ എനിക്ക് തോന്നി. ഞാനതുകൊണ്ട് പറഞ്ഞു, അമ്മേ തോത്തുസ് തൂസ്, ഞാനും മുഴുവനും നിൻ്റേതാണ്. കൈകൂപ്പി നിൽക്കുന്നു നിൻ മുന്നിലമ്മേ, കനിവിൻ ഉറവേ കന്യാംബികേ. കൈകൂപ്പി നിൽക്കുന്നു നിൻ മുന്നിലമ്മേ, കനിവിൻ ഉറവേ കന്യാംബികേ. ഉള്ളു കൊതിക്കുന്ന സ്നേഹം തരണേ, ആശ്വാസവാക്കുകൾ ചൊല്ലിടണേ. ഉള്ളു കൊതിക്കുന്ന സ്നേഹം തരണേ, ആശ്വാസവാക്കുകൾ ചൊല്ലിടണേ. കൈകൂപ്പി നിൽക്കുന്നു നിൻ മുന്നിലമ്മേ, കനിവിൻ കുറവേ